അവ്യക്ത സന്ദേശം. ബാബയുടെ അടുക്കൽ വചനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. ഇന്ന് ബാബയുടെ സമീപം എത്തിച്ചേർന്നപ്പോൾ കണ്ടത് ഇതാണ്. ബാബ എവിടെയോ ചുറ്റി സഞ്ചരിച്ച ശേഷം വചനത്തിലേക്ക് വരികയായിരുന്നു. അപ്പോൾ ഞാൻ ബാബയോട് പറഞ്ഞു, ബാബ, അങ്ങ് ഇന്ന് എവിടെയാണ് ചുറ്റി സഞ്ചരിച്ചത്? എവിടെ സവാരി ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? അപ്പോൾ ബാബ ഒരു സെക്കൻഡ് എൻ്റെ നേർക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ബാബ ഇന്ന് വിശേഷിച്ച് രാവിലെ മുതൽ തന്നെ തൻ്റെ ഭക്തരുടെ അടുക്കൽ ചുറ്റി സഞ്ചരിക്കുവാനായി പുറപ്പെട്ടു. ബാബ പറഞ്ഞു, കുട്ടികളായ നിങ്ങളെ സംബന്ധിച്ച് 12 മാസവും ഓരോ ശ്വാസത്തിലും ബാബയുടെ ഓർമ്മ കുട്ടികളിൽ നിലനിൽക്കുന്നു, ഓർമ്മിക്കുന്നു. എന്നാൽ എൻ്റെ ഭക്തരായ കുട്ടികൾ, വിശേഷിച്ച് 1 മാസം, ശ്രാവണ മാസം, ലോകത്തിലുള്ളവർ എൻ്റെ ഭക്തരായ കുട്ടികൾ എത്ര പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ് ബാബയെ നേടുന്നതിനു വേണ്ടി. ശിവന്റെ ദർശനം ഉണ്ടാകണം, ശിവന്റെ സാക്ഷാത്കാരം ഉണ്ടാകണം, എന്തെങ്കിലും പ്രാപ്തികൾ ഉണ്ടാകണം. ആ താല്പര്യത്തിലും ആ ഈണത്തിലും എത്ര മൈലുകൾ സഞ്ചരിക്കുന്നു. അപ്പോൾ ബാബയ്ക്ക് തൻ്റെ ഭക്തരായ കുട്ടികളെ കണ്ട് വളരെയധികം ദയയും വന്നുകൊണ്ടിരിക്കുന്നു, കാരുണ്യവും വന്നുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് ബാബയുടെ കുട്ടികളെയും കാണുന്നു. അപ്പോൾ ബാബ പറഞ്ഞു, ഏത് കുട്ടികളാണോ ബാബയെ തിരിച്ചറിഞ്ഞത്, ആ കുട്ടികളുടെ ഉള്ളിൽ ശിവനെ പ്രതി അഥവാ ബാബയെ പ്രതി ഏതൊരു സ്നേഹമാണോ ഉള്ളത്, അത് ബാബയിൽ എത്തിച്ചേരുന്നു. എന്നാൽ എൻ്റെ ഭക്തരായ കുട്ടികൾ മുഴുവൻ സമയവും വഴിയിൽ ഉടനീളം വായിലൂടെ ശിവ ശിവ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ബാബയെ നേടുന്നതിന് വേണ്ടി. അപ്പോൾ ബാബ പറഞ്ഞു, വിശേഷിച്ച് ഈ മാസം ഈ ഭക്തരായ കുട്ടികളെ സംബന്ധിച്ച് വളരെയധികം പ്രയത്നം ഉണ്ടാകുന്ന ഒന്നാണ്. ബാബ പറയുന്നു, പ്രാപ്തിയും പലർക്കും ഉണ്ടാകുന്നുണ്ട്, അനുഭവവും ഉണ്ടാകുന്നു. എന്നിരുന്നാലും ആരാണോ ബാബയുടെ കുട്ടികൾ, ആരാണോ സത്യമായ ഹൃദയത്തോടെ ബാബയെ ഓർമ്മിക്കുന്നത്, ബാബയെ സ്നേഹിക്കുന്നത്, ആ സത്യമായ മനസ്സിൻ്റെ വിളി ബാബയുടെ അടുക്കൽ എത്തിച്ചേരുന്നു. അത് ബാബയും അനുഭവം ചെയ്യുന്നു, കുട്ടികളും അനുഭവം ചെയ്യുന്നു. ബാബ പറഞ്ഞു, ബാബ ഈ ദൃശ്യം കാണുവാൻ വേണ്ടിയാണ് ഇന്ന് വിശേഷിച്ച് ചുറ്റി സഞ്ചരിക്കുവാൻ പുറപ്പെട്ടത്. വിശേഷിച്ച് ഭാരതത്തിലാണെങ്കിൽ ഈ ഒരു സമ്പ്രദായമുണ്ട്. വിശേഷിച്ച് ഈ മാസം അതിനനുസരിച്ച് ദാനപുണ്യവും ചെയ്യുന്നു. ശിവനിൽ ബലിയർപ്പണം ആകുന്നതിന് വേണ്ടി സ്ഥൂലമായി ജലമാണ് അർപ്പിക്കുന്നതെങ്കിലും ബാബ പറഞ്ഞു, അത് സ്ഥൂലമായ ജലത്തിൻ്റെ കാര്യമല്ല. അവരുടെ മനസ്സിൽ വളരെയധികം ഭാവനയുണ്ട്. ആ ഭാവന വെച്ചുകൊണ്ട് ഭക്തരായ കുട്ടികൾ ബാബയെ നേടുന്നതിന് വേണ്ടി പുറപ്പെടുന്നു. ബാബ പറഞ്ഞു, വിശേഷിച്ച് ഈ മാസത്തിൽ ബാബ തൻ്റെ ഭക്തരുടെ അടുക്കലും ചുറ്റി സഞ്ചരിക്കുവാനായി പുറപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ചില കുട്ടികൾ എപ്പോഴാണോ വളരെയധികം ദുഃഖിതരാകുന്നത്, അപ്പോൾ ബാബ അവർക്ക് എന്തെങ്കിലുമൊക്കെ അനുഭവം, എന്തെങ്കിലുമൊക്കെ പ്രാപ്തിയും തീർച്ചയായും നൽകുന്നു. പിന്നെ ബാബയുടെ മുന്നിൽ ഭോഗ വെച്ചിട്ടുണ്ടായിരുന്നു. ബാബ വളരെ സ്നേഹത്തോടെ ഭോഗ സ്വീകരിച്ചു. പല ആത്മാക്കളുടെയും ഓർമ്മകളും ബാബയ്ക്ക് നൽകി. ബാബ ആ എല്ലാ കുട്ടികൾക്കും വളരെയധികം സ്നേഹം നിറഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകൾ നൽകി. എല്ലാവർക്കും വേണ്ടിയുള്ള ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു.